ഗൗരിമോളെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്ത് കാര്യം? ഗൗരിമോക്ക് ഈ അസുഖം പാരമ്പര്യമായിട്ട് കിട്ടിയതാ. ഇപ്പോ സർജറി നടത്തി രക്ഷപ്പെട്ടെങ്കിലും മോളുടെ അസുഖം പൂർണ്ണമായും മാറിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് നിമിഷവും അവളുടെ അസുഖം തിരിച്ചു വരാം. ഹോസ്പിറ്റലിലായിരുന്ന ദിവസങ്ങൾ മുഴുവൻ രാവും പകലും ഉണ്ണാതെയും ഉറങ്ങാതെയും അവൾക്ക് വേണ്ടി കാത്തിരുന്നത് അർച്ചനയാ. അബോധാവസ്ഥയിലും അമ്മയെന്ന് മാത്രം അവൾ വിളിച്ചത്. അത് പിന്നെ അങ്ങനെയാണല്ലോ സാറേ. അതാണല്ലോ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം. അതിലും അപ്പുറമാണ് അർച്ചനയും ഗൗരിമോളും തമ്മിലുള്ള ബന്ധം. ഗൗരിമോൾക്കെല്ലാം അവളുടെ അമ്മയാ. അർച്ചന കൂടെയില്ലാതെ ഒരു നിമിഷം പോലും ഗൗരിമോൾക്ക് ജീവിക്കാനാവില്ല. ഒരു ചെറിയ വിഷമം പോലും എന്റെ കുഞ്ഞിന് താങ്ങാൻ കഴിയില്ല. അങ്ങനെ വന്ന ഏത് നിമിഷവും അവൾ പഴയ അവസ്ഥയിലേക്ക് പോവും. അങ്ങനെ സംഭവിച്ച എന്റെ ഗൗരിമോള് പിന്നൊരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. എന്റെ മോക്ക് വേണ്ടി ഞാൻ സച്ചിയോടൊരു കാര്യം ചോദിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അർച്ചനയെ ഉടനെ തിരിച്ചു വിളിക്കാതിരിക്കാൻ സച്ചിക്ക് ഞാൻ എന്താ തരണ്ടേ? സച്ചി, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാനും എൻ്റെ മോളും എൻ്റെ വീടുമെല്ലാം ജീവിക്കുന്നത് അർച്ചനയുടെ ബലത്തില. അർച്ചനയില്ലാതെ ഒരു ഇഞ്ച് പോലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ദയവ് ചെയ്ത് സച്ചി അർച്ചനെ ഉടനെ തിരിച്ചു ചോദിക്കരുത്. അതിന് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്റെ സമ്പാദ്യം മുഴുവൻ വേണമെങ്കിലും. ഓ, അപ്പോ ഇതാണല്ലേ മനസ്സിലിരിപ്പ്? പണം കൊണ്ട് എന്തും വിലയ്ക്ക് വാങ്ങുന്നതാണോ നിങ്ങൾ കരുതിയേ? ഇതുപോലാണോ ആരതി വക്കീലിനെ നിങ്ങൾ വിലക്കെടുത്തേ? ആരതി വക്കീലാണോ നിങ്ങൾക്ക് ഈ ബുദ്ധി പറഞ്ഞു തന്നേ? ഇല്ല സച്ചി, ആരതിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനിത് വിശ്വസിക്കണം അല്ലേ? എടോ, നിങ്ങളൊരു മനുഷ്യനാണോ? എന്റെ കുടുംബത്തിൽ ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? എന്റെ അമ്മയുടെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വന്തം മോളെ കാണാതെ മാനസിക നില തെറ്റി മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു. അറിയോ എനിക്ക്? ഏത് നിമിഷവും അർച്ചനയെന്ന് വിളിച്ചുകൊണ്ട് അബോധാവസ്ഥയിൽ ഇറങ്ങി നടക്കുക. കഴിഞ്ഞ 10 വർഷം ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ജീവിച്ചത് എന്റെ അർച്ചനയ്ക്ക് വേണ്ടിയിട്ടാ. ആ എന്റെ കാത്തിരിപ്പിനാണോ നിങ്ങൾ ഈ വില പറയുന്നേ? ഈ 10 വർഷവും നിങ്ങൾ അവൾക്കൊപ്പം സുഖമായിട്ട് ജീവിക്കല്ലായിരുന്നോ? സച്ചി, അർച്ചന ഞങ്ങളോടൊപ്പം ജീവിച്ചെന്നുള്ള സത്യവാ. പക്ഷേ മതി സാറേ, ഒരിക്കൽ പറഞ്ഞെന്നും ഇനി ആവർത്തിച്ച് പറയണ്ട. എനിക്കെല്ലാം അറിയാം സാറേ. എല്ലാം ഞാൻ വിശ്വസിക്കുന്നതാണോ നിങ്ങൾ കരുതുന്നേ? നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ ക്ഷമിച്ചതേ എന്റെ അർച്ചനയ്ക്ക് വേണ്ടിയാ. എന്നിട്ടും ഇത്രയും ക്രൂരത എന്നോട് വന്ന് ചോദിക്കാൻ തനിക്ക് എങ്ങനെ തോന്നിയടോ? അർച്ചനെ തിരിച്ചു ചോദിക്കരുത് പോലും. എടോ, മറ്റൊരാളുടെ ഭാര്യയെ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കാൻ തനിക്ക് നാണോ ഇല്ലടോ? സച്ചി, താൻ എന്തു വേണമെങ്കിലും പറഞ്ഞു. പക്ഷേ ദയവ് ചെയ്ത് അർച്ചനെ മാത്രം തിരിച്ചു ചോദിക്കരുത്. ഈ അവസ്ഥയിൽ അർച്ചന ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല.